ശിഖന്യയും ശ്രീദേവും നാട്ടിലെത്തി. അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ റെയിൽവേ സ്റ്റേഷനിൽ അർജുൻ ഉണ്ടായിരുന്നു. ശിഖന്യ അവനെ കണ്ട് ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. അവൻ ദേവുവിനെ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ച് ബാഗ് വാങ്ങിച്ചു. സുഖാണോ മോളെ? അർജുൻ വാത്സല്യത്തോടെ തിരക്കി. അവൾ പുഞ്ചിരിയോടെ മൂളി. ഡാ ദേവാ, നിനക്കെന്താടാ ജാടാ? അയ്യോ, ഒന്നുമില്ലേ അജുവേട്ടാ, അവൻ തൊഴുകൈയോടെ പറഞ്ഞു. അവർ അജുവിൻ്റെ കാറിലേക്ക് കയറി. അങ്ങനെ അവർ തറവാട്ടിലെത്തി. ദേവകിയും മായാദേവിയും സുമലതയും മുറ്റത്തുണ്ടായിരുന്നു. ദേവകി കയ്യിലിരുന്ന ആരതിത്തട്ട് ഉഴിഞ്ഞു മക്കളെ അകത്തേക്ക് കയറ്റി. മായാദേവി വാത്സല്യത്തോടെ മക്കളുടെ നെറുകയിൽ തലോടി. അവർ അകത്തേക്ക് കയറി. യാത്രാക്ഷീണമുണ്ടായിരുന്നതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അവർ രണ്ടുപേരും മുറികളിലേക്ക് പോയി. തൻ്റെ വില്ലയ്ക്ക് മുന്നിലെ സ്വിമ്മിംഗ് പൂളിൽ നോക്കി നിൽക്കുകയാണ് അയാൾ. കയ്യിൽ ഒഴിച്ചു വെച്ച ഒരു ഗ്ലാസ് മദ്യം. എന്തൊക്കെയോ ആലോചിച്ച് അവനത് കുടിക്കാതെ നിന്നു. പിറകിൽ വന്നു നിന്ന് ജിതിൻ പറഞ്ഞു, ബോസ്, നിതാരയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. 2 ദിവസമായി അവൾക്ക് സാധനം എത്തിച്ചിട്ട്. അയാൾ ഗൗരവത്തോടെ പറഞ്ഞു. ജിതിൻ, എങ്ങനെയും അവളെ കോണ്ടാക്ട് ചെയ്യണം. നമ്മളുടെ കയ്യിൽ നിന്ന് വഴുതി പോകാൻ ഇടവരരുത്. ബോസ്, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. ജിതിൻ അവിടെ നിന്ന് പോയി. പൂളിനടുത്തുണ്ടായിരുന്ന ടേബിളിൽ വച്ചിരുന്ന ഒരു ഫോട്ടോ അയാൾ കയ്യിലെടുത്തു. അയാൾ അതിൽ നോക്കി ഭ്രാന്തമായി പറഞ്ഞു, നന്ദന. ആ പേര് തനിക്ക് ചുറ്റും പ്രതിധ്വനിക്കുന്നതായി അയാൾക്ക് തോന്നി. നിതാര ക്യാബിനിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നിരഞ്ജൻ കുറച്ചു ഫയലുകളുമായി അവൾക്കടുത്തേക്ക് വന്നത്. അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി. നിതാര, ദാ ഈ ഫയലുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് കൊണ്ടുവരണം. അവൾക്ക് മുന്നിൽ മേശപ്പുറത്തേക്ക് ആ ഫയലുകൾ ഇട്ടിട്ട് അവൻ തിരികെ പോയി. നിതാര ദേഷ്യത്തോടെ ആ ഫയലുകൾ എടുത്തു. ഒരെണ്ണം ചെയ്ത് പകുതിയായപ്പോഴാണ് അവൾ മെയിൽ ഐ ഡിയെ പറ്റി ഓർത്തത്. അതവൾക്ക് അറിയുമായിരുന്നില്ല. അവൾ വേഗം തന്നെ നിരഞ്ജനെ ബന്ധപ്പെട്ടു. അവൻ ശിഖന്യയോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് നിതാര ശിഖന്യ ഇന്ന് വന്നിട്ടില്ല എന്നാലോചിച്ചത്. ദേഷ്യത്തോടെ അവൾ നിരഞ്ജനോട് ചോദിച്ചു, എനിക്ക് അസിസ്റ്റൻ്റായിട്ട് ഒരുത്തിയെ വച്ചിട്ടുണ്ടല്ലോ, അവളെവിടെ? ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തൊരു സാധനം. നിരഞ്ജൻ തറപ്പിച്ച ശബ്ദത്തിൽ പറഞ്ഞു. നിതാര, ശിഖന്യ നിന്റെ അസിസ്റ്റൻ്റാണെന്നേ ഉള്ളൂ. അവൾക്ക് കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കണം. പിന്നിന്ന് തൊട്ട് ഒരാഴ്ച ശിഖന്യ ലീവാണ്. സോ അതവൾ എന്നോട് പറയണ്ടേ? നിതാര ദേഷ്യപ്പെട്ടു. പിന്നെ അവൾ എന്നോട് പോലും പറഞ്ഞില്ല. നിരഞ്ജൻ മനസ്സിലോർത്തു. ശിഖന്യയോട് നിനക്ക് നമ്പർ തരണമെന്ന് പറഞ്ഞിരുന്നല്ലോ, വിളിച്ചു ചോദിക്ക്. ആ, ഞാൻ നമ്പറൊന്നും വാങ്ങിയില്ല. നിതാര പുച്ഛത്തോടെ പറഞ്ഞു. അതെന്താ വാങ്ങാഞ്ഞത്? എനിക്ക് സൗകര്യമില്ലായിരുന്നു. ഓ, അങ്ങനെയാണോ? അപ്പോ ഞാൻ പണി തരാമല്ലോ. നിരഞ്ജൻ വീണ്ടും ആത്മഗതിച്ചു. നിതാര, റിസപ്ഷനിൽ ചെന്ന് സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് സേവ് ചെയ്തിരിക്കുന്ന ഹാർഡ്വെയറിൽ നിന്നെടുത്തോ, നിരഞ്ജൻ ഗൗരവത്തിൽ പറഞ്ഞു. നിതാര ദേഷ്യത്തിൽ അവനെ നോക്കിയിട്ട് പുറത്തേക്ക് പോയി. അവൻ ഫോണെടുത്ത് ശ്രേയയെ വിളിച്ചു. ശ്രേയ, നിതാരയ്ക്ക് റിസപ്ഷനിലെ സിസ്റ്റം ഒന്ന് കൊടുക്ക്. പിന്നെ അവളെ ആരും ഹെൽപ്പ് ചെയ്യരുത്. ഓക്കെ സർ. നിതാര ദേഷ്യത്തോടെ വന്ന് ശ്രേയയോട് പറഞ്ഞു. ശ്രേയ, വേഗം ശിഖന്യയുടെ നമ്പർ എടുത്ത് എനിക്ക് താ. സോറി മാഡം, മാഡത്തിനെ ഹെൽപ്പ് ചെയ്യരുതെന്ന് MD പറഞ്ഞിട്ടുണ്ട്. ശ്രേയ പറഞ്ഞത് കേട്ട് നിതാര ദേഷ്യത്തോടെ തന്നെ സിസ്റ്റത്തിൽ നിന്ന് സ്റ്റാഫ്സിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് ശിഖന്യയുടെ നമ്പർ എടുത്തു. ദേഷ്യം മുഴുവൻ അവളോട് തീർക്കാനായി അവൾ ശിഖന്യയെ വിളിച്ചു. മുറിയിൽ നല്ല ഉറക്കമായിരുന്നു ദേവു. തറവാട്ടിലെ മുകൾ നിലയിലാണ് അവളുടെ മുറി. എപ്പോഴും തണുപ്പുള്ള സ്ഥലമാണ്. മുറിയിൽ ഭിത്തിയോട് ചേർന്ന ബെഡ്, അതിനടുത്ത് ചെറിയൊരു ടേബിൾ, അലാറമൊക്കെ വച്ചിരിക്കുന്നു. പിന്നെ വേറെ ഒരു വശത്ത് കുറച്ചുകൂടി വലിയൊരു ടേബിൾ, അതിലാണ് പുസ്തകങ്ങളും കാര്യങ്ങളുമൊക്കെ. പിന്നെ ഷെൽഫ്. അവളുടെ കുറച്ച് സാധനങ്ങളുമുണ്ട് മുറിയിൽ. ആര്യ അങ്ങോട്ട് കയറി വന്നു. പൂച്ചക്കുഞ്ഞിനെ പോലെ ഉറങ്ങുന്ന അവളെ നോക്കി ആര്യ പുഞ്ചിരിച്ചു. ദേവു ചേച്ചി, എഴുന്നേറ്റേ, എന്തുറക്കമായത്? ദേവു കണ്ണ് തിരുമ്മി എഴുന്നേറ്റു. ചേച്ചി, വേഗം പോയി കുളിച്ചു വാ. താഴെ എല്ലാവരും ഊണ് കഴിക്കാതെ ചേച്ചിയെ നോക്കിയിരിക്കുക.
ദേവുവിനെ നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ച് ആര്യ കുളിക്കാൻ പറഞ്ഞു വിട്ടു. തറവാട്ടിലുള്ളപ്പോഴൊക്കെ അവൾ കുളത്തിലാണ് കുളിക്കാറുള്ളത്. വസ്ത്രങ്ങളും എണ്ണയും എടുത്ത് മുടി അഴിച്ചിട്ട് ദേവു കുളിപ്പടവിലേക്ക് ഇറങ്ങി. ആര്യ ദേവുവിന്റെ ബാഗ് തുറന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഷെൽഫിൽ അടുക്കി വെക്കാൻ തുടങ്ങി. അപ്പോഴാണ് ദേവുവിന്റെ ഫോൺ റിങ് ചെയ്തത്. ആര്യ ഫോൺ എടുത്ത് നോക്കി. പരിചയമില്ലാത്ത നമ്പറാണ്. അവളൊന്ന് സംശയിച്ചു. എങ്കിലും കോൾ എടുത്തു. ഹലോ, ആരാ? മറുവശത്തു നിന്നും പരിചയമില്ലാത്ത ശബ്ദം കേട്ട് അത് ശിഖന്യയല്ല എന്ന് നിതയ്ക്ക് മനസ്സിലായി. എന്നോട് ആരാന്ന് ചോദിക്കാൻ നീ ആരാടി? നിത ചോദിച്ചു. പോരേ പൂരം. ഒന്നാമതാര്യയ്ക്ക് ഇച്ചിരി കലിപ്പ് കൂടുതലാണ്. അതിൻ്റെ കൂടെ ഇങ്ങോട്ട് വിളിച്ച് ദേഷ്യപ്പെട്ട വെച്ചേക്കോ. ആഹാ, എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ആരാന്നോ? നിനക്കെന്താ വട്ടുണ്ടോ? യു ബ്ലഡി നിന്റെ മറ്റവൻ വച്ചിട്ട് പോടി ചൂലേ. നിനക്കെന്നെ അറിയില്ല. ഐ ആം നിതാര ആൻഡ് ഐ വിൽ ഷോ യു. ഓ പിന്നെ പോടേ, റോങ് നമ്പർ. ആര്യ കോൾ കട്ട് ചെയ്തിട്ട് ബാക്കി ഡ്രസ്സ് അടുക്കി വെക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ദേവ് കുളിച്ചിട്ട് വന്നു. ആര്യ അവളോട് കാര്യം പറഞ്ഞു. ചേച്ചി, ആരോ വിളിച്ചിരുന്നു. നിതാര എന്നോ മറ്റോ ആണ് പേര് പറഞ്ഞത്. റോങ് നമ്പർ ആണെന്ന് തോന്നുന്നു. എന്നോട് ചൂടായി. ഞാൻ നല്ലത് കൊടുത്തിട്ടുണ്ട്. അയ്യോ എന്റെ ഈശ്വരാ. ചെപ്പിൽ നിന്ന് രാസ്നാദിപ്പൊടി മുടിയിലേക്ക് തൂവിക്കൊണ്ട് അവൾ തലയിൽ കൈവച്ചു. എന്താ ചേച്ചി, അത് വേണ്ടപ്പെട്ട ആരേലും ആണോ? ആര്യ പേടിയോടെ ചോദിച്ചു. എൻ്റെ ആര്യേ, അതെന്റെ കമ്പനിയിലെ മേടവാ. ഒന്നാമതേ ഭയങ്കര ദേഷ്യ. അതിൻ്റെ കൂടെയാണ് നീ. ദേവു അവളോട് പറഞ്ഞുകൊണ്ട് തിരിച്ചു വിളിക്കാനായി ഫോൺ എടുത്തു. അപ്പോഴേക്കും ഓഫീസിൽ നിന്ന് കാവ്യയുടെ ഫോൺ വന്നു. ഹലോ കാവ്യ. ദേവു പെട്ടെന്ന് കോൾ എടുത്തു. ഹലോ ഡി, നിതാര മാം നിന്നെ വിളിച്ചപ്പോൾ എന്താ ഉണ്ടായത്? ഇവിടെ കിടന്ന് തുള്ളുന്നുണ്ടായിരുന്നു. എടീ, അത് ആര്യാണ് കോൾ എടുത്തത്. അവൾ എന്തൊക്കെയോ പറയുകയും ചെയ്തു. എന്തേലും പ്രശ്നമുണ്ടോ? ദേവു പേടിയോടെ ചോദിച്ചു. ഹേയ് ഇല്ലടി, അവര് കിടന്ന് കുറച്ച് തുള്ളി, അത്രേ ഉള്ളൂ. പിന്നെ MD ഇത്തവണ എനിക്ക് ലീവ് തന്നില്ല. വർക്ക് മുഴുവൻ തീർത്തിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. കാവ്യയുടെ സ്വരത്തിൽ നിരാശ നിറഞ്ഞു. ഞാൻ വിളിച്ച് കുറുപ്പമ്മാവനോട് പറയണോ നിന്റെ ലീവിൻ്റെ കാര്യം? വേണ്ട ശിഖന്യെ, ഞാൻ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വർക്കൊക്കെ പെൻഡിങ് ഇട്ടിട്ടല്ലേ, സാരമില്ല. ദേവു, കഴിക്കാൻ വന്നേ. താഴെ നിന്ന് ദേവകിയുടെ ഒച്ച മുഴങ്ങി. കാവ്യയോട് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്ത് ദേവു വിളിച്ചു പറഞ്ഞു. ദാ വരണമ്മ. ടവൽ ബെഡിലേക്കിട്ട് നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ടുകൂടി വെച്ചിട്ട് അവൾ നോക്കി. ആര്യ എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങി നിൽപ്പുണ്ട്. ദേവു ചിരിച്ചു. ആര്യേ പോട്ടടി, ആ രാക്ഷസിക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു. ആര്യയും ചിരിച്ചു. അവർ താഴേക്ക് പോയി. സാധാരണ ഒരു ചുരിദാറാണ് ദേവു ഇട്ടിരുന്നത്. അവൾ താഴെ എത്തുമ്പോൾ ഊണുമേശയ്ക്ക് ചുറ്റും എല്ലാവരും ഉണ്ടായിരുന്നു. മുത്തശ്ശൻ, മുത്തശ്ശി, ദേവകിയമ്മ, ദേവൻ, അർജുൻ, സുമയപ്പച്ചി, രഘു അമ്മാവൻ, ജയൻ ഇളയച്ചൻ, ഇന്ദു ഇളയമ്മ, സുലോചന അപ്പച്ചി, നന്ദൻ ചെറിയച്ചൻ, ജാനകി ചെറിയമ്മ, ആരുവും മിഥുനും രേണുവും. ആര്യനും അവിടെ ഇല്ലായിരുന്നു. അവരെല്ലാവരും സ്കൂളിലും കോളേജിലുമൊക്കെ പോയിരുന്നു. രേഷ്മ അശ്വിൻ്റെ വീട്ടിലാണ്. ഇന്ന് വൈകിട്ടേ വരികയുള്ളൂ. അവർ ഭക്ഷണം കഴിച്ചു തുടങ്ങി. കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല. അത് മുത്തശ്ശന് നിർബന്ധമാണ്. നല്ല കുത്തരി ചോറും മാമ്പഴ പുളിശ്ശേരിയും കടുമാങ്ങ അച്ചാറും വാഴയ്ക്ക തോരനുമൊക്കെ കൂട്ടി അവർ ഊണ് കഴിച്ചു. ഊണൊക്കെ കഴിഞ്ഞ് 3 മണിയോടെ അവർ എല്ലാവരും നടുമുറ്റത്ത് ഒന്നിച്ചുകൂടി. മായാദേവിയുടെ അടുത്തിരിക്കുകയായിരുന്നു ദേവു. അവർ വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. മോളെ, ഇത്തവണ ഉത്സവത്തിന് മോള് നൃത്തം ചെയ്യണം. എത്ര നാളായി മോള് ചിലങ്ക കെട്ടിയിട്ട്. മാധവൻ അവളോട് പറഞ്ഞു. സുദേവന്റെ മരണശേഷം നൃത്തം അവൾ ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടാണ്. ദേവു എതിർത്തൊന്നും പറഞ്ഞില്ല. അപ്പോഴാണ് പുറത്തൊരു കാർ വന്നു നിന്നത്. എല്ലാവരും ഉമ്മറത്തേക്ക് വന്നു. രേഷ്മയും അശ്വിനും അവരുടെ കുഞ്ഞുമാണ് വന്നത്. ദേവു ഓടി വന്ന് പൊന്നൂസിനെ, നേത്ര, എടുത്തു. കയറി വാ മക്കളെ, സുമ ആരതിത്തട്ടും എടുത്തു പറഞ്ഞു. അവർ സന്തോഷത്തോടെ അകത്തേക്ക് കയറി. മക്കളെല്ലാവരും എത്ര ദൂരെയാണെങ്കിലും ഉത്സവമോ ഓണമോ വിഷുവോ അല്ല എന്താഘോഷം വന്നാലും ഒത്തുചേരും. അതാണ് ആ തറവാടിൻ്റെ പ്രത്യേകത.
കാവിലേക്ക് പോകാൻ ഒരുങ്ങി ദേവു ഇറങ്ങി വന്നപ്പോഴാണ് നടുമുറ്റത്തിരുന്ന് പിള്ളേരെല്ലാരും ചോക്ലേറ്റ് കഴിക്കുന്നത് കണ്ടത്. അവളെ കണ്ട് ആര്യൻ പറഞ്ഞു, എന്നാലും ദേവു ചേച്ചി കൊള്ളാം, നമ്മളെ കാണാൻ വന്നിട്ട് ഒരു പാക്കറ്റ് മിഠായി പോലും വാങ്ങിയില്ലല്ലോ. ദാ കണ്ടോ, ദേവേട്ടന് ഞങ്ങളോട് എന്തിഷ്ടമാണെന്ന്. ആര്യൻ കയ്യിലിരുന്ന ചോക്ലേറ്റ് കാണിച്ചു പറഞ്ഞു. അത് കണ്ട് ദേവു അമ്പരന്നു. ഡാ പൊട്ട, ഇത് ഞാൻ നിങ്ങൾക്ക് വാങ്ങിയതാ, അത് അടിച്ചോണ്ട് വന്ന് പിള്ളേർക്ക് കൊടുക്കാൻ നാണമില്ലല്ലോടാ. ദേവൻ വെളുക്കനെ ഇളിച്ചു. ആര്യൻ നോക്കുന്നത് കണ്ട് ഇടി കിട്ടും മുന്നേ അവൻ എണീറ്റ് ഓടി. ആ ഓട്ടം കണ്ട് എല്ലാവരും ചിരിച്ചു. ദേവു ഒരു പിങ്ക് കളർ ധാവണിയാണ് അണിഞ്ഞിരുന്നത്. കയ്യിൽ കുപ്പിവളയും. അവൾ കാവിലേക്ക് പോകാനിറങ്ങി. മെയിൻ റോഡ് വഴി പോകാമെങ്കിലും തോട്ടുവരമ്പിലൂടെ പാടവും കാഴ്ചകളും ആൾക്കാരെയും കണ്ടേ അവൾ നടക്കുകയുള്ളൂ. പതിവ് പോലെ ദേവു നടന്നു. വഴിയിൽ കാണുന്നവരോടൊക്കെ ചിരിച്ചു കുശലം പറഞ്ഞാണ് നടപ്പ്. അവൾ അങ്ങനെ കാവിലെത്തി. കാവിലമ്മയെ തൊഴുതു. ഇന്ന് വരെ ആ മുൻപിൽ ചെന്ന് നിന്ന് പറയാൻ സങ്കടങ്ങളോ മനോവിഷമങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുകയും ചെയ്യരുതേ എന്ന് മനമുരുകി പ്രാർത്ഥിച്ചു. തിരികെ നടക്കുമ്പോൾ ഇഷ്ടപ്പെട്ടതെന്തോ തേടിവരുമെന്ന് അവൾക്ക് തോന്നി. പക്ഷെ എത്ര ആലോചിച്ചിട്ടും എന്താണ് ആ തോന്നലിൻ്റെ അർത്ഥമെന്ന് അവൾക്ക് മനസ്സിലായില്ല. ദേവു തറവാട്ടിലെത്തുമ്പോൾ ദേവകി മുകളിൽ ഒഴിഞ്ഞു കിടന്നിരുന്ന മുറി വൃത്തിയാക്കുകയായിരുന്നു. അത് അതിഥികൾ ആരെങ്കിലും വരുമ്പോൾ ഉപയോഗിക്കുന്ന മുറിയാണ്. ഊണുമേശയിലിരുന്ന പഴംപൊരിയും ചായയും കയ്യിലെടുത്ത് അവൾ ദേവകിയമ്മയുടെ അടുത്തേക്ക് പോയി. എന്താ അമ്മേ, വിരുന്നുകാർ ആരേലും ഉണ്ടോ? ദേവു ചോദിക്കുന്നത് കേട്ട് ബെഡ്ഷീറ്റ് കുടഞ്ഞു വിരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, മോളെ, അച്ചുവിൻ്റെ കൂട്ടുകാരിൽ ആരോ വരുന്നുണ്ട് നാളെ. ഓ. ദേവു ചായയും കുടിച്ച് മുറിക്ക് പുറത്തിറങ്ങി. അവൾ നേരെ പോയത് മുകൾ നിലയിലെ അങ്ങേയറ്റത്തുള്ള വായന മുറിയിലേക്കാണ്. അവിടെ നിറയെ പുസ്തകങ്ങളുണ്ട്. അവിടെ ഒരൊഴിഞ്ഞ കോണിലിരുന്ന് അവൾ മാധവിക്കുട്ടിയുടെ പുസ്തകത്തിലേക്ക് മിഴിയൂന്നി. നിരഞ്ജൻ ബാഗ് പാക്ക് ചെയ്യുകയാണ്. ഇനി ഒരാഴ്ചക്കാലം കേരളത്തിലാണ്. ഡ്രസ്സ് മടക്കി ബാഗിലേക്ക് വെക്കുമ്പോഴാണ് വാസുദേവൻ കയറി വന്നത്. അയാളെ നോക്കി അവൻ പുഞ്ചിരിച്ചു. വാസുദേവനും ചിരിച്ചു. മോനെ, നീ നാട്ടിലേക്ക് പോയാ നിതയുടെ കാര്യം ആരാ നോക്കുക? അച്ഛൻ അതോർത്ത് പേടിക്കണ്ട, അവളുടെ കാര്യം ഞാൻ നാട്ടിൽ പോയിട്ട് വന്നിട്ട് നോക്കിക്കോളാം. വാസുദേവൻ മന്ദഹസിച്ചു. അയാൾക്കറിയാം നിരഞ്ജന്റെ ഉറപ്പിന്റെ ബലം, വാക്കിന്റെ ബലം. ബാഗെല്ലാം ഒതുക്കി ഭക്ഷണം കഴിക്കാനായി അവർ താഴേക്ക് പോയി. നിതാര അവളുടെ മുറിയിലായിരുന്നു. അവളെ വിളിക്കാൻ നിരഞ്ജൻ അങ്ങോട്ടേക്ക് ചെന്നു. അവനെ കണ്ടവൾ മുഖം തിരിച്ചു. നിത, ഒരാഴ്ച ഞാനിവിടെ കാണില്ല. നിനക്ക് വേണമെങ്കിൽ കമ്പനി പോകാം, പറ്റില്ലെങ്കിൽ വേണ്ട. ഞാൻ നിർബന്ധിക്കില്ല. അവൾ ഒന്നും പറഞ്ഞില്ല. മുഖമുയർത്തി അവനെ നോക്കുകയും ചെയ്തില്ല. നീ ഇപ്പൊ വാ, കഴിക്കാം. നിത താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു. എനിക്ക് വേണ്ട, ഞാൻ പുറത്തുനിന്നും കഴിച്ചു. നിരഞ്ജൻ പിന്നെ നിർബന്ധിക്കാൻ നിന്നില്ല. അവൻ കഴിക്കാനായി താഴേക്ക് പോയി. അപ്പോൾ നിതാരയുടെ ഫോൺ റിങ് ചെയ്തു. ഒരു നിമിഷം ആ കോള് കണ്ട് അവൾ ഭയത്തോടെ വിറങ്ങലിച്ചു നിന്നു. എന്നിട്ട് പതിയെ കോളെടുത്തു. നിതാര ഡാർലിംഗ്. അവൻ്റെ പരുക്കൻ ശബ്ദം കേട്ടതും അവൾ ഈർഷ്യയോടെ ചെവി പൊത്തി. രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടി മുറിയിലെത്തിയതാണ് ശിഖന്യ. അവൾ ഡയറി തുറന്നു. പേനയെടുത്ത് എന്തെല്ലാമോ കുത്തിക്കുറിച്ചു. മനസ്സ് കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ല എന്നവൾക്ക് തോന്നി. അകാരണമായി എന്തിലോ അവളുടെ മനസ്സ് കുരുങ്ങിക്കിടന്നു. പക്ഷേ അത് എന്തിലാണെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് മുറി തുറന്ന് ദേവൻ കയറി വന്നത്. ബെഡിൽ അവൾ കമിഴ്ന്ന് കിടക്കുകയാണ്. അവൻ പതിയെ അവൾക്കടുത്തേക്ക് കിടന്നു. എന്താടാ, എന്തു പറ്റി? ഒന്നുമില്ലടാ. ദേവു, നീ ഓക്കെ അല്ലേ? ദേവു പതിയെ അവൻ്റെ പുറത്തേക്ക് കയറി കിടന്നു. എന്തെങ്കിലും സങ്കടമുള്ളപ്പോൾ അവൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അവനൊന്നും മിണ്ടിയില്ല. ആ മൗനം അവളുടെ മനസ്സ് ശാന്തമാക്കാൻ പാകത്തിലുള്ളവയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ദേവു ഇറങ്ങി നേരെ കിടന്നു. എന്നിട്ട് ദേവനോട് പറഞ്ഞു, ഡാ, ഞാനേ കാവിൽ പോയി തിരിച്ചു വരണ വഴി അവളെ കണ്ടു, കവിതയെ. ശ്രീ ഒന്നും മിണ്ടിയില്ല. ഡാ, ഞാൻ പറയണ കേൾക്കണുണ്ടോ നീ? ഓ, പറ. അവളെ നിനക്ക് ഓർമ്മയുണ്ടോ? എങ്ങനെ മറക്കാനാ? ആ, നീ പണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മീനിൻ്റെ ചോരയെടുത്ത് പ്രേമലേഖനം എഴുതി കൊടുത്തതല്ലേ നിന്റെ പ്രാണസഖി കവിത എച്ച് നായർ? നീ പോടി. നീയല്ലേ അത് നാട്ടാരോട് മൊത്തം പറഞ്ഞ് എന്നെ നാറ്റിച്ചത്. പുറത്തിറങ്ങിയ ഇപ്പോഴും വിളിയാ
മീൻമുള്ളേന്ന്. ശ്രീ പറയുന്നത് കേട്ട് ദേവു അമർത്തി ചിരിച്ചു. കവിത എഴുതുന്നു കനകമഷിയാലാരോ. അവനെ കളിയാക്കി ദേവു പാടി. ദേവൻ അവളെ തല്ലി. അവസാനം രണ്ടുപേരുടെ തല്ലും വഴക്കും ഒക്കെ കഴിഞ്ഞുറങ്ങി. നല്ല മഴയുള്ള ദിവസം, ഏതാണ്ട് വൈകുന്നേരം. മഴത്തുള്ളിയെയും ചെളിവെള്ളത്തെയും വകവയ്ക്കാതെ ആ 5 വയസ്സുകാരി ഓടി. വീടിൻ്റെ മുറ്റവും ഗേറ്റും കടന്ന് അവൾക്ക് മുന്നിലേക്ക് ഇരമ്പലോടെ ഒരു കാറ് വന്ന് നിന്നു. ആ പെരുമഴയത്ത് ഇടിച്ചില്ല എന്ന മട്ടിൽ വന്ന കാറ് കണ്ട് അവൾ പേടിച്ചുപോയി. പിറകെ ഓടി വന്ന പയ്യൻ ആ മഴയിൽ അവളെ കയ്യിൽ കോരിയെടുത്തു. പിന്നിൽ നിന്ന് വന്ന ലോറി അവരെ ഇടിച്ചിട്ടു. അവൻ്റെ കയ്യിൽ നിന്ന് ആ 5 വയസ്സുകാരി തെറിച്ച് റോഡിലേക്ക് വീണു. അവൻ ആ പേമാരിയിൽ അലറി വിളിച്ചു, നന്ദൂട്ടി! അയാൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. അടുത്ത് കിടന്നിരുന്ന അയാളുടെ ഭാര്യ ഉറക്കം എഴുന്നേറ്റ് ചോദിച്ചു, എന്താ നന്ദ, എന്തു പറ്റി? എന്തേലും സ്വപ്നം കണ്ടോ? ഏയ് ഇല്ല, നീ കിടന്നോ പ്രഭേ. അയാൾ അതും പറഞ്ഞ് മേശപ്പുറത്തിരുന്ന ജഗ്ഗിലെ വെള്ളമെടുത്ത് വായിലേക്ക് കമിഴ്ത്തി. അയാളെ ഒന്നുകൂടി നോക്കിയിട്ട് പ്രഭ തിരിഞ്ഞു കിടന്നു. അയാൾ അസ്വസ്ഥതയോടെ ചുമരിൽ തൂക്കിയിരിക്കുന്ന ആ വെള്ളാരം കണ്ണുകാരിയുടെ ഫോട്ടോ നോക്കി മിഴികൾ അടച്ചു. ദേവു രാവിലെ തന്നെ കുളിച്ചു, അമ്പലത്തിൽ പോയി തൊഴുതു. ശ്രീ ഉറക്കം എഴുന്നേറ്റ് നേരെ വന്ന് കഴിക്കുകയാണ്. ശിഖന്യെ തറവാട്ടിലെല്ലാവരും ദേവു എന്നാ വിളിക്കുക. നമുക്കും അങ്ങനെ വിളിക്കാം. ശ്രീദേവിനെ ശ്രീ എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. ഇതാ കണ്ടോടാ, പിള്ളേരായ രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് അമ്പലത്തിൽ പോണം, അല്ലാണ്ട് രാവിലെ എണീറ്റ് പല്ല് പോലും തേക്കാണ്ട് വന്നിരുന്ന് കഴിക്കുവല്ല. സുലോചന ദേവനോട് ശാസന രൂപത്തിൽ പറഞ്ഞു. അതിനെനിക്ക് പിള്ളേരായിട്ടില്ലല്ലോ അപ്പേ. ദേവൻ അവരോട് പറഞ്ഞു. എൻ്റെ സുലു, നീ എന്തിനാ അവനോട് വർത്താനം പറയാൻ പോണത്? ദേവു പെങ്കൊച്ചാണേലും അവൾക്ക് തന്നെ പക്വത. ദേവകി അടുക്കളയിൽ നിന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടാണ് ദേവു അമ്പലത്തിൽ നിന്ന് വന്നത്. അവൾ അല്പം ഗർവോട് അവനെ നോക്കി. അവൻ തിരിച്ച് നന്നായിട്ടങ്ങ് പുച്ഛിച്ചു. ദേവു കഴിക്കാനിരുന്നു. രാവിലെ നല്ല ആവി പറക്കുന്ന പുട്ടും തേങ്ങ അരച്ചു വെച്ച കടലക്കറിയുമായിരുന്നു. അവർ കഴിച്ചെഴുന്നേറ്റപ്പോൾ ദേവകി പറഞ്ഞു, ദേവൂട്ടി, നീ ഈ കറിയിലേക്ക് തിളയ്ക്കുമ്പോൾ കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർക്കണേ. അമ്മയും അപ്പയും കൂടി തൊടിവരെ പോയിട്ട് വരാം. ദേവു തലയാട്ടി. ദേവൻ കഴിച്ചു കഴിഞ്ഞല്ലോ, ഇനി പല്ല് തേക്കണോ എന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു. ദേവു പതിയെ അടുക്കളയിലേക്ക് നടന്നു. കറി അടുപ്പത്തുണ്ട്, നന്നായിട്ട് തിളയ്ക്കുന്നുമുണ്ട്. അവൾ മസാലപ്പൊടിയൊക്കെ വയ്ക്കുന്ന കൂട്ടത്തിൽ നോക്കി. പാവം കൊച്ചിനുണ്ടോ മല്ലിപ്പൊടി അറിയാൻ പറ്റുന്നു. പാവം ദേവു. ഹൈദരാബാദിൽ വെച്ച് പോലും രാത്രി പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്ന മുതല. പക്ഷെ ദേവൻ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. ദേവു അടുക്കള മുഴുവൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് ഒരു പാത്രത്തിൽ മല്ലിയില വെച്ചിരിക്കുന്നത് കണ്ടത്. നേരെ അതെടുത്ത് മിക്സിയിലിട്ട് വെള്ളം ചേർക്കാതെ പൊടിച്ച് കറിയിലേക്ക് ഇളക്കി. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് അത് അടച്ചു വെച്ച് അടുക്കളയിൽ നിന്ന് പോയി. ആര്യയും രേണുവിനെയും ആരുവിനെയും ഒക്കെ വിളിച്ച് ദേവു കുളിപ്പടവിലേക്ക് പോയി. അവരുടെ സ്വൈര്യവിഹാര കേന്ദ്രമാണത്. പുറത്ത് വണ്ടി നിൽക്കുന്ന ഒച്ച കേട്ടുകൊണ്ട് ആര്യയും രേണുവും അങ്ങോട്ട് പോയി. ദേവുവും ആരുവും അവിടെ തന്നെ ഇരുന്നു. തറവാട്ട് മുറ്റത്ത് വന്നു നിന്ന ഫോർച്യൂണറിൽ നിന്നും മുഖത്തൊളിപ്പിച്ച കുസൃതി ചിരിയോടെ നിരഞ്ജൻ ഇറങ്ങി. എല്ലാവരും പുഞ്ചിരിയോടെ അവനെ നോക്കി. അശ്വിൻ ഓടി വന്നവനെ ഇറുകെ പുണർന്നു. രേഷു അവനെ നോക്കി പുഞ്ചിരിച്ചു. മായാദേവി ആരതിത്തട്ടെടുത്ത് അവനെ ഒഴിഞ്ഞു. ഒരു നുള്ളു കുങ്കുമം എടുത്ത് അവൻ്റെ നെറ്റി ചുവപ്പിച്ചു. അകത്തേക്ക് കയറി വാ മോനെ. മാധവൻ അവനെ അകത്തേക്ക് ക്ഷണിച്ചു. എല്ലാവരെയും നോക്കി പുഞ്ചിരിയോടെ അവൻ അകത്തേക്ക് കയറി. ഹാളിലിരുന്ന് ദേവകി കൊടുത്ത ചായ കുടിച്ചു. മോൻ അമേരിക്കയിലാണല്ലേ പഠിച്ചത്? സുമ ചോദിച്ചു. ആ അതെ ആൻറ്റി, ഞാനും അച്ഛവും ഒരേ ഹോസ്റ്റലിലെ റൂംമേറ്റ്സ് ആയിരുന്നു. അവൻ ചിരിയോടെ പറഞ്ഞു. മോനിപ്പോ ഹൈദരാബാദിലാണല്ലേ? രഘുവിൻ്റെ ചോദ്യത്തിന് അവൻ അതേ എന്ന് മറുപടി പറഞ്ഞു. ഞങ്ങളുടെ ദേവുമോളും അവിടെ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നേ, നന്ദൻ പറഞ്ഞു. അപ്പോഴാണ് നിരഞ്ജന്റെ ശ്രദ്ധ ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന ഫാമിലി ഫോട്ടോയിൽ പതിഞ്ഞത്. അതിൽ മാധവന്റെയും മായാദേവിയുടെയും തോളോട് ചേർന്ന് നിൽക്കുന്ന ശിഖന്യെ കണ്ട് അവൻ അത്ഭുതത്തോടെ ചോദിച്ചു, ഇത് ശിഖന്യല്ലേ? അതെ, മോൻ അറിയൂ അവളെ? ദേവകി ആകാംക്ഷയോടെ ചോദിച്ചു. അറിയാം, ഈ കുട്ടി എൻ്റെ കമ്പനിയിലെ സ്റ്റാഫാണ്. ആഹാ, ഇതാണ് ഞങ്ങളുടെ ദേവൂട്ടി. എവിടെ മോളെ ദേവു? അവളെ വിളിക്ക്.
നന്ദൻ ആര്യയോട് പറഞ്ഞു. ആര്യ തലയാട്ടി അവിടെ നിന്ന് കുളപ്പടവിലേക്ക് പോയി. ദേവു അവിടെ നിന്നും കുറച്ച് പിള്ളേർ വിളിച്ചതിനാൽ പോയിരുന്നു. ആര്യ വന്നപ്പോൾ ദേവുവിനെ കണ്ടില്ല. നിരഞ്ജൻ നന്നായിട്ടൊന്ന് കുളിച്ചു വരാമെന്ന് പറഞ്ഞ് മുറിയിലേക്കും പോയി. ഉച്ചയൂണിന് സമയമായി. ദേവു വന്നപ്പോൾ എല്ലാവരും കഴിക്കാനിരുന്നു. ദേവു നേരെ പോയി ധാവണിയൊക്കെ മാറ്റി ഒരു പാവാടയും ഉടുപ്പുമൊക്കെ ഇട്ട് വന്നു. അപ്പോഴാണ് ഊണുമേശയ്ക്കടുത്ത് മുത്തശ്ശൻ്റെ അടുത്തിരിക്കുന്ന ആളെ അവൾ നോക്കിയത്. ദേവു ഒരു നിമിഷം അമ്പരന്ന് പോയി. അവളുടെ അമ്പരപ്പ് കണ്ട് അച്ചു പറഞ്ഞു, ഞെട്ടണ്ട ദേവു, നിന്റെ കമ്പനിയുടെ MD തന്നെ ഇത്. നിരഞ്ജൻ അപ്പോഴാണ് അവളെ കണ്ടത്. അവൻ അവളെ നോക്കി 2 കണ്ണും പൂട്ടി ചിരിച്ചു. അപ്പോഴാണ് അച്ചുവിൻ്റെ ഫ്രണ്ട് വരുമെന്ന് അമ്മ പറഞ്ഞത് അവൾ ഓർത്തത്. എന്ത് പറയണം ചെയ്യണം എന്നറിയാതെ അവൾ ആകെ കുഴങ്ങി നിന്നു. അവളെ അച്ചു പിടിച്ച് കസേരയിലേക്കിരുത്തി. മതി നിന്ന് പരിങ്ങിയത്, അമ്മ ചോറ് വിളമ്പിക്കോളൂ, ദേവനും പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, മോനേതാ ഇതിവിടെ അതിഥികൾ വരുമ്പോൾ വയ്ക്കുന്ന കറിയാ, മോൻ കഴിച്ചു നോക്ക്. മായാദേവി കറിയെടുത്ത് നിരഞ്ജൻ ഒഴിച്ചു കൊടുത്തു. ഒരു വായ വച്ചതും പുഞ്ചിരിച്ചൊഴിരുന്ന നിരഞ്ജന്റെ മുഖം മാറി. അവൻ എങ്ങനെയൊക്കെയോ അത് കഴിച്ചിറക്കി. എന്താ മോനെ, ഇഷ്ടായില്ലേ? ജാനകി അമ്മായി ചോദിച്ചു. ആ, നന്നായിട്ടുണ്ട്, നിരഞ്ജൻ അങ്ങനെയാണ് പറഞ്ഞത്. മുത്തശ്ശൻ പുഞ്ചിരിയോടെ അവനെ നോക്കിയിട്ട് ചോറ് കഴിക്കാൻ തുടങ്ങി. പെട്ടെന്ന് മുഖം മാറി മുത്തശ്ശൻ ചോദിച്ചു, എന്താ ദേവകി, കറിക്കൊരു ചവർപ്പ്? ചവർപ്പോ? ദേവകി മനസ്സിലാവാതെ കുറച്ചെടുത്ത് കയ്യിലൊഴിച്ച് രുചിച്ചു നോക്കി. പെട്ടെന്ന് അവരുടെ മുഖം മാറി. അച്ഛാ, ഞാൻ നന്നായിട്ടാ ഉണ്ടാക്കിയത്, ചേരുവകളൊന്നും മാറിയിട്ടില്ലല്ലോ, പിന്നെന്താ പറ്റിയത്? എന്തായാലും മോനിത് കഴിച്ചിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. മായാദേവി അതും പറഞ്ഞ് മന്ദഹസിച്ചു. ദേവകി അത് മാറ്റി അവർക്ക് വേറെ ചോറ് വിളമ്പി. എല്ലാവരും കഴിച്ചു. നിരഞ്ജൻ ഇടയ്ക്കിടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ശിഖന്യ തല ഉയർത്തിയൊന്ന് നോക്കുക പോലും ചെയ്തില്ല. എല്ലാവരും കഴിച്ചെഴുന്നേറ്റു. ഉച്ചമയക്കത്തിനായി പലരും മുറിയിലേക്ക് പോയി. ശിഖന്യ പുറത്തെ പൂന്തോട്ടത്തിലേക്കും. നിരഞ്ജനും അച്ചുവും നിരഞ്ജന് വേണ്ടി ഒരുക്കിയ മുറിയിൽ ഇരിക്കുകയാണ്. നിരഞ്ജൻ അച്ചുവിനോട് പറഞ്ഞു, ഡാ, ശിഖന്യ ഇത്ര വലിയ തറവാട്ടിൽ ജനിച്ചിട്ടെന്തിനാ എൻ്റെ കമ്പനിയിലെ ഒരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നത്? അത് പണ്ട് തൊട്ടേ അവൾക്കതാടാ ഇഷ്ടം. സ്വന്തം ബിസിനസ്, സ്വത്ത്, പണം, അതിനോടൊന്നും അവൾക്കൊരു താല്പര്യമില്ല. അവളൊരു പ്രത്യേക ക്യാരക്ടറാണ്. നിരഞ്ജൻ ഒന്ന് അമർത്തി മൂളി. അച്ചു, നിനക്കറിയില്ലേടാ എൻ്റെ നിതയെ? അവൾക്ക് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. ഫ്രണ്ട്സായിട്ടോ എന്തോ പ്രശ്നം. ഇപ്പോൾ ഫുൾ ടൈം ആൽക്കഹോളാണ്. എനിക്ക് അവളെ തിരിച്ചു വേണം. അതിന് ഞാൻ ശിഖന്യ പോലും അറിയാണ്ട് അവളെ നന്നാക്കാൻ വച്ചിരിക്കുക. അച്ചു മനസ്സിലാവാതെ ചോദിച്ചു, നീ പറഞ്ഞതെനിക്ക് മനസ്സിലായില്ല. ശിഖന്യ എങ്ങനെ അവളെ നന്നാക്കുമെന്നാ? അവളാണ് കമ്പനിയിൽ നിതയുടെ PA. ശിഖന്യെ കണ്ട് അവളുടെ സ്വഭാവം മാറിക്കോളും, എനിക്കുറപ്പാ. അച്ചു പുഞ്ചിരിച്ചു. അതെനിക്കും ഉറപ്പാ. അവൾ വിചാരിച്ച നിന്റെ അമ്മയെയും നന്നാക്കാൻ പറ്റും. അത്രയ്ക്ക് പാവം പെണ്ണ. നിരഞ്ജൻ പുഞ്ചിരിയിൽ അവനോടൊപ്പം ചേർന്നു. എന്നാലും അതെങ്ങനെ? ഞാൻ നന്നായിട്ടാണല്ലോ കറി ഉണ്ടാക്കിയത്. ദേവകി അടുക്കളയിലിരുന്ന് ഗംഭീര ആലോചനയിലായിരുന്നു. എല്ലാവരും വൈകുന്നേരമുള്ള ചായയും വടയും ഉണ്ടാക്കുന്ന തിരക്കിലാണ്. എൻ്റെ ഏട്ടത്തി അത് വിട്, സുമ പറഞ്ഞു. എന്നാലും അല്ല ദേവൂട്ടി, നീയല്ലേ മല്ലിപ്പൊടി ഇട്ടത്? കണക്കിന് തന്നെ അല്ലേ ഇട്ടത്? പാത്രത്തിലെ ചിപ്സ് തിന്നു തീർക്കുന്ന തിരക്കിലായിരുന്നു ദേവു. അവൾ വേഗം തലയുയർത്തി നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ അമ്മേ, ഇവിടെ മല്ലിപ്പൊടി ഇല്ലാഞ്ഞിട്ട് ഞാൻ മല്ലിയില മിക്സിയിലിട്ട് പൊടിച്ചാണ് ചേർത്തത്. ആ എന്നോടാ? എൻ്റെ ശിവനെ! ദേവകി അമ്മ തലയിൽ കൈവച്ചു. ദേവൻ അടുക്കളയിൽ വെള്ളം എടുക്കാൻ വന്നതാണ്. അവൻ പറഞ്ഞു, അതില്ലേ അമ്മേ, ഈ പക്വത കൂടിപ്പോയതിൻ്റെ കുഴപ്പമാണ് കേട്ടോ. അവനും ഒന്നാക്കി. ദേവു തടി കേടാകും മുന്നേ അവിടെ നിന്ന് മുങ്ങി. വന്ന് ചാടിയത് ഹാളിലിരിക്കുന്ന മുത്തശ്ശൻ്റെയും നിരഞ്ജൻ്റെയും മുന്നിൽ. ആ ദേവൂട്ടി, ഇന്ന് വൈകിട്ട് കാവി പോകുമ്പോൾ മോനെ കൂടി ഒന്ന് കൊണ്ടുപോകണം കേട്ടോ. ആ ശരി മുത്തശ്ശ. നിരഞ്ജനെ നോക്കാതെ ദേവു അവിടെ നിന്ന് പോയി. കാര്യം വലിയ ഗൗരവവും സീരിയസ്നെസ്സും ഒക്കെ കാണിച്ചാലും ദേവു ആളുടെ പാവമാണ്. ഇത്തിരി കുറുമ്പ് കാണിച്ചു നടക്കുന്ന ഒരു പാവാടപ്പെണ്ണ്. ദേവു ബാൽക്കണിയിൽ ചെന്നു. ചെറിയ വെയിലുണ്ട്. അവൾ അത് നോക്കി നിന്നപ്പോഴാണ് പിന്നിൽ ആരോ നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നിയത്. ആദ്യം സ്ത്രീയാകുമെന്ന് കരുതിയെങ്കിലും അവൾ തിരിഞ്ഞു നോക്കി. നിരഞ്ജനായിരുന്നു. അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. അവനും. തന്നെ നിതാര വിളിച്ചിരുന്നു അല്ലേ? അവൾ ചെറിയ പേടിയോടെ തലയാട്ടി. സർ, ഞാനല്ല ഫോൺ എടുത്തത്, അതാ ആര്യായിരുന്നു. അവൾ ആളറിയാണ്ട് എന്തൊക്കെയോ പറഞ്ഞു.
അത് സാരമില്ലടോ, അവൾ അങ്ങനെയാ. ആരും ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല, ഒന്നിനെ പറ്റിയും ചിന്തിക്കില്ല, പിന്നെ എന്തും ചെയ്യാമെന്ന അഹങ്കാരവും. തനിക്കറിയോ ശിഖന്യ, അവൾക്ക് 5 വയസ്സുള്ളപ്പോഴാ ഞാൻ അമേരിക്കയിൽ പോകുന്നത്. പിന്നീട് ഞാൻ അവളെ മറന്നുപോയി. അമ്മ പിന്നെ ഞങ്ങളെ ശ്രദ്ധിക്കാറേയില്ല. അച്ഛന് വലുത് ബിസിനസ്. എനിക്ക് അച്ചുവെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് ചുറ്റും കുറച്ച് ബാഡ് ഫ്രണ്ട്സ്. പിന്നെ ഞാൻ പറയണ്ടല്ലോ, ലേറ്റ് നൈറ്റ് പാർട്ടീസ്, ഡ്രഗ്സ്, അങ്ങനെയൊക്കെ പോയി അവളുടെ ജീവിതം. ഒടുവിലെല്ലാം അച്ഛൻ തിരിച്ചറിഞ്ഞു. അവളെ മടക്കിക്കൊണ്ടുവരാൻ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവളെ കമ്പനിയിലേക്ക് കൊണ്ടുവന്നത്. തന്നെപ്പറ്റി അച്ഛനും മംഗളും പറഞ്ഞ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതാ എനിക്ക് തോന്നി നിധിയെ നന്നാക്കിയെടുക്കാൻ തനിക്ക് പറ്റുമെന്ന്. അവൾ ഒരു പാവമാടോ. ദേവു കേട്ട് നിൽക്കുകയാണ് അവൻ പറഞ്ഞതൊക്കെയും. പക്ഷെ അവളുടെ നോട്ടം അവൻ്റെ കാപ്പി കണ്ണുകളിലായിരുന്നു. അവൾ പറഞ്ഞു, സാർ വിഷമിക്കണ്ട, നിതാര മാമിനെ ഞാൻ നോക്കിക്കോളാം. താൻ എന്തിനാ എന്നെ സാറെന്ന് വിളിക്കുന്നേ? അതങ്ങ് ഓഫീസിൽ മതി കേട്ടോ. ഇപ്പം തന്നെ ഇവിടെ എല്ലാവരും ദേവു എന്നല്ലേ വിളിക്കുന്നേ, ഞാനും അങ്ങനെ വിളിക്കാം. ദേവു പുഞ്ചിരിച്ചു. വൈകുന്നേരം ചായ കൂടി കഴിഞ്ഞിട്ട് നിരഞ്ജൻ പതിയെ തൊടിയിലേക്ക് ഇറങ്ങി. പൂക്കളും ചെടികളും ഒക്കെ കണ്ട് അങ്ങനെ നോക്കി നിന്നു. അപ്പോഴാണ് പിന്നിൽ നിന്നൊരു വിളി കേട്ടത്. ഹേയ് മാഷേ! അവൻ തിരിഞ്ഞു നോക്കി. ദേവുവാണ്. ഒരു പച്ച ധാവണിയാണ് അവളുടെ വേഷം. മുടിയിലെ ഈറൻ ഉണങ്ങിയിരുന്നില്ല. നെറ്റിയിൽ ഒരു കുഞ്ഞി പൊട്ട്, കാതിലൊരു ജിമിക്കി കമ്മൽ, കഴുത്തിൽ ഗോമേതക രത്നം പതിപ്പിച്ച മാല. മാഷേ വരുന്നില്ലേ? കാവിൽ പോകാം. നിരഞ്ജൻ അവളെ മതിമറന്ന് നോക്കി നിൽക്കുകയാണ്. അവൻ ഞെട്ടി അവളെ നോക്കി പുഞ്ചിരിച്ചു. അവർ ഒരുമിച്ച് കൈത്തോടിന്റെ അരികത്തൂടെ നടന്നു. അല്ല, മാഷിന്റെ തറവാടൊക്കെയോ? അതങ്ങ് കൊച്ചിയില. അച്ഛൻ അമ്മയും ഞങ്ങളെയും കൂട്ടി തറവാട്ടിൽ നിന്നിറങ്ങിയിട്ട് വർഷങ്ങളായി. എനിക്കെന്ന് 5 വയസ്സാ. മുത്തശ്ശി എന്നെ കണ്ണാന്നാണ് വിളിച്ചിരുന്നത്. അതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അല്ല, താനെന്താ എന്നെ വിളിച്ചേ? മാഷേന്നോ? ആ വിളി കേൾക്കാൻ നല്ല രസമുണ്ട്, അങ്ങനെ തന്നെ വിളിച്ചോളൂ. ദേവു പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിലുണ്ടായിരുന്നു എല്ലാം. അവർ ഒരുപാട് നേരം സംസാരിച്ചു. അന്ന് വരെ നിരഞ്ജൻ ആരോടും അത്രയും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാവിലെത്തി അവർ ഒരുമിച്ചാണ് തൊഴുതത്. എന്നിട്ട് തിരികെ നടന്നു. വയലും തോടും ഒക്കെ കണ്ടാണ് അവരുടെ മടക്കം. ദേവു, ഇവിടെ ഈ പുഴയൊന്നുമില്ലേ? ഉണ്ടല്ലോ മാഷേ, പക്ഷെ അത് ഈ വഴിയല്ല, നമുക്ക് നാളെ പോകാം. തന്നെ കണ്ടാ പറയില്ലാട്ടോ ഇത്രയും വലിയ തറവാട്ടിലെ കുട്ടിയാണെന്ന്. അവൾ പൊട്ടിച്ചിരിച്ചു. കൂടെ അവനും. ഏതോ ഒരു കോട്ടേജിലായിരുന്നു നിതാര. അവളെ അവിടെ കൊണ്ടുവന്നത് ആരാണെന്നൊന്നും അവൾക്ക് ഓർമ്മയില്ല. ശരീരത്തിൽ എന്തൊക്കെയോ തരത്തിലുള്ള ലഹരിയുണ്ട് എന്നും അവൾക്കറിയില്ല. പക്ഷെ അബോധാവസ്ഥയിലും അവളുടെ മനസ്സിൽ തെളിഞ്ഞു നിന്നത് കുട്ടിക്കാലത്തെ നിരഞ്ജന്റെയും അവളുടെയും ചിത്രമായിരുന്നു. പൊടുന്നനെ അവൾ കാർ ഇടിച്ചു തെറിച്ചു പോകുന്ന ഒരു പെൺകുട്ടിയെയും കണ്ട് നിലവിളിച്ചു. നിർത്താതെയുള്ള ഫോൺ വിളി കേട്ടാണ് നിരഞ്ജൻ ഉറക്കമുണർന്നത്. അച്ഛനാണ്. അവൻ ഫോൺ എടുത്തു. എന്താ അച്ഛാ? മോനെ, ഞാൻ സിറ്റി ഹോസ്പിറ്റലിലാണ് ഉള്ളത്. നിതാര മോളെ ഇന്നലെ രാത്രി ആരൊക്കെയോ ഇവിടെ കൊണ്ടുവന്നു. കുടിച്ചിട്ട് വണ്ടി ഓടിച്ചു എന്നാ കേട്ടത്. നിരഞ്ജൻ പെട്ടെന്ന് വല്ലാണ്ടായി. മോൻ ടെൻഷനാണ്ട, ഞാൻ നോക്കിക്കോളാം. പിന്നെ നിന്നോട് പറഞ്ഞു എന്നേ ഉള്ളൂ, ഞാൻ വെക്കട്ടെ. അയാൾ കോള് കട്ട് ചെയ്തു. അപ്പോഴാണ് ചായയും കൊണ്ട് ദേവു കയറി വന്നത്. ദാ മാഷേ, ഞാനിട്ടതാ. അവൾ ചായ കൊടുത്തു. നിരഞ്ജന്റെ മുഖം കണ്ട് അവൾ ചോദിച്ചു, എന്താ മാഷേ, എന്തേലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ല. നിതാരയ്ക്ക് ചെറിയൊരു ആക്സിഡന്റ്, അച്ഛൻ വിളിച്ചിരുന്നു. എന്തേലും കുഴപ്പമുണ്ടോ? ഏയ് ഇല്ല ദേവു, അവൾ ഓക്കെയാണ്. എന്നാ പോയി കുളിച്ചിട്ട് വായോ, നമുക്കൊന്ന് കറങ്ങാൻ പോകാം. ദേവു പുഞ്ചിരിച്ചു. നിരഞ്ജനും. തുടരും. ഈ കഥ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? എനിക്കൊരുപാട് ഇഷ്ടമായി കേട്ടോ.